കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ലോത്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു തിരുവചനത്തിലൂടെ. ലോത്ത് സമതലം, ജോർദാൻ സമതലം ഫലഭൂയിഷ്ടമായുള്ള തിരഞ്ഞെടുത്ത് അവൻ താമസിക്കുന്നത് സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. സമതലത്തിലെ നഗരങ്ങളിൽ വസിച്ചു. പ്രിയമുള്ളവരെ, ലോത്ത് താമസിക്കുന്ന നഗരത്തിലാണ്. ആ നഗരത്തിൻ്റെ പ്രത്യേകതയാണ് ബൈബിളിൽ പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ മഹാപാപികളായിരുന്നു. അതായത് മഹാപാപികളായിരുന്നു. അവരുടെ കൂടെയാണ് ലോത്ത് താമസിക്കുന്നത്. ലോത്ത് പാപം ചെയ്തിട്ടില്ല, അത് ബൈബിളിൽ പറയുന്നുമില്ല. പക്ഷെ അവൻ്റെ താമസം പാപികളുടെ കൂടെയായിരുന്നു. അത് അവനെ ജീവിതത്തിൽ നശിപ്പിക്കുകയാണ് ചെയ്തതെന്ന് നാം തിരിച്ചറിയുന്നത് സോദോം ഗോമോറ അഗ്നിയും ഗന്ധകവും അയച്ച് നശിപ്പിക്കുമ്പോൾ അവൻ ഒരു വസ്തു പോലും എടുക്കാതെ, തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാതെ ഓടിപ്പോകേണ്ടി വന്നു. ബൈബിൾ പറയുന്നത് നാം താമസിക്കുന്ന സ്ഥലം അത് പരിശുദ്ധമാകണം, പരിശുദ്ധിയുള്ളതായിരിക്കും. നമ്മുടെ സ്ഥലം ദൈവം അനുഗ്രഹിക്കുന്ന സ്ഥലമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. കർത്താവ് കൂടാരമടിച്ചിരിക്കുന്ന സ്ഥലത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അനുഗ്രഹിക്കുന്നതിന് വേണ്ടി വരും. പക്ഷേ വിശുദ്ധമല്ലാത്ത എന്തെങ്കിലും കണ്ടാൽ ദൈവം അവിടെ നിന്ന് പോകുമെന്നാണ് ആ വചനത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം വിശുദ്ധമായിരിക്കണം, ദൈവം സന്ദർശിക്കുന്ന സ്ഥലമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ വികാരിയച്ചൻ വരുന്നു, അല്ലെങ്കിൽ ബിഷപ്പ് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ അങ്ങനെ വലിയ ഉത്തരവാദിത്വമുള്ള വലിയ ഭരണാധികാരികൾ വരുമ്പോൾ നാം നമ്മുടെ വീടും പരിസരമൊക്കെ എന്തുമാത്രം വൃത്തിയാക്കും. മാർപ്പാപ്പ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, എന്നാൽ ദൈവം നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, നാം എന്തുമാത്രം നമ്മുടെ വീട്, ആ പരിസരമൊക്കെ വൃത്തിയും വിശുദ്ധിയുള്ളതാക്കി മാറ്റണം. ലോത്ത് താമസിക്കുകയാണ് മഹാപാപികളുടെ കൂടെ. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, മഹാപാപികളുടെ കൂടെ അവൻ താമസിച്ചു. ആ പാപത്തിൻ്റെ ദൂഷ്യഫലം നാം മനസ്സിലാക്കുന്നത് ഒരു വസ്തു പോലും എടുക്കാൻ കഴിയാതെ, തിരിഞ്ഞ് നോക്കാൻ കഴിയാതെ ഓടിപ്പോകാൻ വിധിക്കപ്പെട്ട ജീവിതം. ഇന്ന് ഒരുപാട് മക്കൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് ലീവിങ് ടുഗദർ ഇല്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും തുടങ്ങി ലീവിങ് ടുഗദർ. ഇന്നില്ല. ഇന്ന് അവർ ആവശ്യത്തിന് സഹായിക്കാൻ, അവരുടെ ആവശ്യം കഴിഞ്ഞു സഹായിക്കാൻ, അത് കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ ഒരു കൾച്ചറായി മാറി. പ്രിയമുള്ളവരെ, പഠിക്കാൻ പോകുന്ന മക്കൾ, ജോലിക്ക് പോകുന്ന മക്കൾ താമസിക്കുന്നത് പാപത്തിൻ്റെ കൂടാരങ്ങളിലാണെങ്കിൽ നമുക്കൊരു അനുഗ്രഹമില്ല. എല്ലാവരും അങ്ങനെയല്ല, പക്ഷേ സാധ്യതകൾ അങ്ങനെയുണ്ട് ഈ കാലഘട്ടത്തിൽ. സോദോമിൽ ആ സ്ഥലം നശിച്ചു പോകാൻ കാരണം ആ പാപമായിരുന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം അനുഗ്രഹമുള്ള ഇടമായി നമ്മൾ മാറ്റണം, വിശുദ്ധിയുള്ള ഇടങ്ങളായി നമ്മൾ മാറ്റണം. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ലോത്ത് പാപത്തിൻ്റെ ഒരു സ്ഥലത്ത് താമസിച്ചു. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ മക്കൾ, ജീവിത പങ്കാളി താമസിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റവും വിശുദ്ധമാകുവാൻ കൃപ നൽകണമേ. അത് വിശുദ്ധിയിൽ കൊണ്ടു നടക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധിയിൽ കൊണ്ടുപോകുവാൻ, അങ്ങനെ ജീവിതം നയിക്കുവാൻ അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാദരക്ഷകൾ
ഒരു വിധാനവും കൂടാരവും പോലെ നിൻ മഹത്വത്തിൻ സാന്നിധ്യം ഞങ്ങൾക്കു മുകളിൽ നിത്യവും നിലകൊള്ളട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്.